വളരെ വേദനയോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓമനത്വം കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും സഹജമായ പൊട്ടിച്ചിരികൾ കൊണ്ടും ചുറ്റുപാടുകളിലും സ്വന്തം കുടുംബത്തിലും പാറിപ്പറന്നു നടക്കേണ്ട ഒരു കൊച്ചുകുട്ടി കൂടി നമ്മുടെ മുൻപിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞെട്ടലോടെ മാത്രമേ നമുക്ക് ഈ വാർത്ത കേട്ടിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ കുഞ്ഞിനെ ഓർത്ത് നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു പോള കണ്ണടയ്ക്കാൻ കഴിയാതെ അലമുറയിട്ട് തൻ്റെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ അമ്മയ്ക്ക് ഒരല്പം ആശ്വാസം കൊടുക്കണേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഏതമ്മക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. തൃശൂർ മാളയിൽ 6 വയസ്സ് മാത്രം പ്രായമുള്ള UKGയിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി തൊട്ട അയൽവാസിയായ ഒരു 19കാരൻ ജോജോ എന്ന ഒരു കൊടും ക്രിമിനലാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊച്ചുകുട്ടികൾക്കൊപ്പം കളിക്കുവാൻ കൂടിയ ഇയാൾ ഇതിനിടയിൽ വെച്ച് ഈ 6 വയസ്സുകാരനായ കുഞ്ഞിനെ ചാമ്പക്ക തരാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വിജനമായ സ്ഥലത്തേക്ക് പോവുകയും അവിടെ വെച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു. ആ കുട്ടി ഉടൻ തന്നെ അതിനെ ചെറുക്കുകയും തൻ്റെ അമ്മയോട് പറയുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിഷ്കരുണം തോട്ടിലേക്ക് തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിക്കുന്നു. മരണവെപ്രാളപ്പെട്ട് മടങ്ങി കയറി വരുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കുഞ്ഞിനെ ആഞ്ഞാഞ്ഞു തൊയിച്ച് പല ആവർത്തി അയാൾ വെള്ളത്തിലേക്ക് തള്ളിവിടുകയും അയാൾ തന്നെ പറയുന്നുണ്ട് 3 പ്രാവശ്യം ആ കുട്ടി കയറി വരുവാൻ വേണ്ടി ശ്രമിച്ചു. ആ 3 പ്രാവശ്യവും അതിനെ മുഖത്തും തലയിലും തൊയിച്ച് അതിനെ താഴേക്ക് ഇടുകയും ഒടുവിൽ ആ ചെളിവെള്ളത്തിൽ ചവിട്ടി കൊല്ലുകയുമായിരുന്നു. എന്നിട്ട് കുട്ടിയുടെ മരണം ഉറപ്പാക്കിയതിനു ശേഷം യാതൊരു കൂസലുമില്ലാതെ അടുത്തുള്ള ജാതിക്കാത്തോട്ടത്തിൽ കയറി ഒരു ജാതിക്ക പൊട്ടിച്ച് തിന്നുകൊണ്ട് ഏതോ ഒരു മരത്തിന്റെ മുകളിൽ മണിക്കൂറുകൾ അയാൾ ചിലവിട്ടു. അതേ കുട്ടിയെ കാണാനില്ലാത്തത് കൊണ്ട് മാതാപിതാക്കളും നാട്ടുകാരും പോലീസും ചേർന്ന് അന്വേഷണം ആരംഭിച്ചപ്പോൾ അന്വേഷകരുടെ ശ്രദ്ധ തെറ്റിച്ചുവിടാൻ അയാൾ ആ കൂട്ടത്തിൽ കൂടുകയും മറ്റൊരു സ്ഥലത്തെ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചു വിടുകയും ചെയ്തു. അയാളുടെ സംസാരത്തിലെ വൈരുദ്ധ്യത നാട്ടുകാരും പോലീസും ശ്രദ്ധിച്ചിരുന്നു. തൊട്ടടുത്തുള്ള CCTVയിൽ നിന്നും ലഭ്യമായ ദൃശ്യങ്ങളാണ് പ്രതിയിലേക്ക് എത്തിച്ചേരുവാൻ പോലീസിന് വഴിയൊരുക്കിയത്. കുറ്റവാളിയെ പിടികൂടുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ യാതൊരു കുറ്റബോധവുമില്ലാതെ താനെന്തോ പുണ്യപ്രവൃത്തി ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ അയാൾ പോലീസിനോട് വിശദീകരിക്കുന്നത്. എന്തൊരു മാനസികാവസ്ഥയാണിത്! ഈ പുതിയ തലമുറയിൽ ജനിച്ചു വളരുന്ന പല കുട്ടികളും ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഭീകരമായിരിക്കും വരുന്ന കാലം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. കുറ്റവാളിയായ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ ഇദ്ദേഹം മുൻപും പല ക്രിമിനൽ ആക്ടിവിറ്റീസിലും ഇടപെട്ടിട്ടുള്ളയാളാണ്. മുൻപെങ്ങോ അതിക്രമം കാട്ടിയതിന് ശിക്ഷയായിട്ട് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതിനാൽ ഏതോ ദുർഗുണ പരിഹാര പാഠശാല പോലെയുള്ള സ്ഥലത്ത് ഇയാൾ കഴിഞ്ഞിട്ടുള്ളതാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ വീട്ടിൽ നിന്നും അപ്രത്യക്ഷമാകുക എന്നുള്ളത് ഇയാളുടെ ഒരു പ്രത്യേകതയാണ്. ഇയാളെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇയാളുടെ അമ്മ പോലീസിൽ ഇതിനു മുമ്പ് പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിനല്ലാതെ സ്വമേധയാ അയാൾ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഈ ചെറുപ്പക്കാരന്റെ സ്വഭാവ രീതികൾ അത്ര വെടിപ്പുള്ളതല്ല എന്ന് ആ നാട്ടിലെ പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ കൊച്ചുകുട്ടികൾക്കൊപ്പം കളിക്കുവാൻ കൂടിയപ്പോൾ മുതിർന്ന ആൾക്കാർ ആരും അതിനെ വിലക്കിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരാരും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യം വല്ലാത്തൊരു അമ്പരപ്പുണ്ടാക്കുന്നതാണ്. 6 വയസ്സുകാരന്റെ മരണം ആ നാടിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അന്നും പതിവ് പോലെ കുട്ടികൾക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. എല്ലാവരോടും പെട്ടെന്നിണങ്ങുന്ന സ്വഭാവമാണ്. അമ്മേ, ഞാൻ കുറച്ചുനേരം കളിച്ചോട്ടെ എന്ന് പറഞ്ഞു പോയ കുഞ്ഞാണ്. മണിക്കൂറുകൾക്ക് ശേഷം കാണാതാവുന്നതും ആ കുഞ്ഞ് ജീവനോടെ ഇനി ഇല്ല എന്ന് മനസ്സിലാവുന്നതും എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമാണിത്? ആ നാട്ടിലെ ഓരോരുത്തരുടെയും നെഞ്ച് തകർന്നു പോകുകയാണ്. ഇനി ആ വീട്ടിലും പരിസരത്തും അവന്റെ ഓടിക്കളികളും കൊഞ്ചലും ഒന്നും ഉണ്ടാവില്ല. അതൊന്നും ഓർക്കാൻ പോലും ആർക്കും സാധിക്കുന്നില്ല. ഇടയ്ക്ക് തൻ്റെ മകന് എന്താണ് സംഭവിച്ചത് പോലും എന്നറിയാതെ ആ അമ്മ പൊട്ടിക്കരയുകയാണ്. കുട്ടിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തു പറയണമെന്നറിയാതെ, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ബന്ധുക്കളും. സ്വന്തം വീട്ടിലും പരിസരത്തിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല. എന്തൊരു നാടാണ് നമ്മുടേതെന്നോർക്കണം.